നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ സവിത രാജ്കമൽ, ഗുരുവായൂർ സ്വദേശിയാണ്. ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം, ഇന്നലെ ഡിസംബർ 16-ാം തീയതി ഉച്ചപൂജയുടെ അലങ്കാരം കാളിയമർദ്ദനമായിരുന്നു കേട്ടോ. നമ്മളോട് രവീന്ദ്രൻ എന്ന പേരായിട്ടുള്ള ഒരു ഭക്തൻ ഒരു സജഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ഏതായാലും അന്നത്തെ അല്ലല്ലോ, തലേ ദിവസത്തെ ആണല്ലോ നമ്മൾ ഈ അലങ്കാരം പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻസൈറ്റിൽ ആ ഒരു രൂപവും കൂടി, ആ ഒരു ഫോട്ടോവും കൂടെ ചേർത്തുകൂടെയെന്ന് ഞാൻ പറയാം കേട്ടോ. എഡിറ്റ് ചെയ്യുന്ന കുട്ടിയോട് ഞാൻ പറയാം, അങ്ങനെ ഒരു സജഷൻ വന്നിട്ടുണ്ടെന്ന് പറയാം. മാക്സിമം ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഇനി അടുത്ത ദിവസം തൊട്ട് മാക്സിമം അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. വളരെ നന്ദി രവീന്ദ്രൻ സാർ. അടുത്തതായിട്ടൊരു ഭക്തൻ അബുദാബിയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ മറന്നുപോയി തോന്നുന്നു, അബുദാബിയിൽ നിന്നാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അദ്ദേഹം നമ്മളുടെ ഡയറിയുടെ വില ചോദിച്ചിട്ടുണ്ട്. ഡയറിക്ക് 200 രൂപയാണ് വില. ഓൺലൈനിൽ അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഇനി നിങ്ങൾക്ക് ഡയറി വേണമെങ്കിൽ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനായിട്ട് ബന്ധപ്പെട്ടോളൂ കേട്ടോ. ഈ ഒരു വാട്സപ്പ് നമ്പറിൽ വളരെ അത്യാവശ്യമുള്ള ചില ആളുകൾക്ക് ഇങ്ങനെ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ വാങ്ങി അയച്ചു കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഡയറി മാത്രമല്ല കേട്ടോ, കലണ്ടറും ഉണ്ട്. കലണ്ടർ 60 രൂപയാണ് വില. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കലണ്ടർ 60 രൂപയാണ് വില. പിന്നെ ഞാൻ പറഞ്ഞ ഭക്തപ്രിയ, ഇതൊക്കെ ഭക്തപ്രിയ പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അവൈലബിൾ ആണെന്ന് ഭക്തപ്രിയയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഒരു ഭക്തപ്രിയ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഇത് ഡയറി ഓൺലൈനിലായിട്ട് കിട്ടുമോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചതിന് ശേഷം പറയാം. അങ്ങേക്ക് ഇത് വേണം എന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ വഴിയും ഞങ്ങൾ വാങ്ങി അയച്ചു തരാം. അതിന് ഡിവോട്ടീസ് ഓൺലൈനിൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വിളിച്ചോളൂ. അടുത്തതായിട്ട് കോഴിക്കോട് നിന്ന് അജിത് കുമാർ എന്ന് പറഞ്ഞൊരു ഭക്തൻ നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഭജന ഇരിക്കുകയാണെങ്കിൽ മുൻകൂട്ടി റെസിപ്റ്റ് എടുക്കുക, ഷീട്ടാക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് കുറേ ദിവസം മുമ്പ് ഒരു പ്രോമിസ് തന്നിരുന്നതാണ്, ഭജന ഇരിക്കുന്നതിൻ്റെ വിധി വിശദമായിട്ട് ചെയ്യാമെന്ന്. ഇതുവരെയും ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ പ്രോമിസുകളുമായിട്ട് വരാറില്ല, അതൊക്കെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവരും വിചാരിക്കും. ഉടനെ തന്നെ ചെയ്യാട്ടോ. അപ്പോൾ ശ്രീ അജിത് കുമാർ, ഇവിടെ പ്രത്യേകിച്ച് റെസിപ്റ്റ് ഒന്നും എടുക്കണ്ട. നമ്മൾ സാധാരണ പോലെ തന്നെ എത്ര സമയമാണ് ഭജന ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് എത്തുക, ഗുരുവായൂരപ്പനെ ഭജിച്ച് നാമം ചൊല്ലിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് റെസിപ്റ്റ് എടുക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഭജന ഇരിക്കേണ്ട വിധി ഞാൻ വിശദമായിട്ട് തന്നെ ഉടനെ തന്നെ വീഡിയോ ചെയ്യാം, എന്തായാലും ചെയ്യാം കേട്ടോ. കുറേ പ്രോമിസുകൾ ഞാൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞായറാഴ്ച ഞാൻ ശയനപ്രദർശനത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ വിഷ്ണുവാണ് നമുക്ക് ഡെമോ കാണിക്കാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ വിഷ്ണുവിനെ ഇപ്പോൾ സൺഡേ കിട്ടും എന്നാണ് വിചാരിച്ചാൽ, ഇന്നും വിഷ്ണുവിനെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെമോ കാണിക്കാൻ ഞാനൊരു കുട്ടിപ്പട്ടാളത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരാളെ ആവശ്യമുള്ളൂ, പക്ഷേ ഒരാളെ ആയിട്ട് കൊണ്ടുവന്നാൽ ബാക്കി എല്ലാവർക്കും വിഷമവും. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ. പേര് പറഞ്ഞോളൂ. മിത്രവിന്ദ രാജ്കമൽ, കൃഷ്ണമീര രാജ്കമൽ, ആര്യാനന്ദ രാജ്കമൽ, കൃഷ്ണോദയ അജിത് കുമാർ കേസി. കട്ടിയോ ഒന്ന് പോയേ വേണ്ട നിങ്ങള്. എന്തോന്നാണ് ഒരു രസമില്ല. പതുക്കെ സംസാരിക്കും. ശരിക്കാണ്. ഹലോ, അതിന്റെ ബാക്കിയാണോ? ഹലോ പട്ടാളം ഇല്ല, ഉണ്ടാക്കിട്ടോ. ഒരു വീഡിയോയിലെങ്കിലും വരണം എന്ന് ആഗ്രഹം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ട വെച്ചാൽ ഞാൻ ഇപ്പൊ കൊണ്ടാക്കുമോ തിരിച്ച്. എന്നാ മര്യാദക്ക് നല്ല കുട്ടികളായിട്ട് വെക്കും. അപ്പൊ ഇവര് 3 പേരുമാണ് കേട്ടോ എൻ്റെ കുട്ടികൾ. മിത്രവിന്ദ, ആര്യനന്ദ, കൃഷ്ണമീര. ഇത് എൻ്റെ ചേച്ചിയുടെ മോനാണ് കൃഷ്ണദേവ്. അപ്പോൾ ഞാൻ ഇയാളെയാണ് വിളിച്ചത്. നമ്മളുടെ ഈ ക്ഷണപ്രദർശനത്തിൻ്റെ വീഡിയോ ചെയ്യാൻ ഡെമോ കാണിക്കാനായിട്ട് ഞാൻ കൃഷ്ണദേവിനെയാണ് വിളിച്ചത്. അപ്പോൾ കൃഷ്ണദേവിനെ മാത്രമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ബാക്കിയുള്ളവർക്ക് വിഷമമുണ്ടാകുന്ന കരുതി ഞാൻ 4 പേരെയും കൂടി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം മിത്രവിന്ദ ആരുടെ പേരാണ് ശരിക്കും പറയൂ? ഭഗവാന്റെ 5ാമത്തെ ഭാര്യയുടെ. ഭഗവാന്റെ 8 ഭാര്യമാരുടെ പേര് പറഞ്ഞു കൊടുക്കൂ. രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, ഭദ്ര, സത്യ, ലക്ഷണ. ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ? രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, ഭദ്ര, സത്യ, ലക്ഷണ. ഓക്കെ.
അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഡെമോ കാണിക്കാം കേട്ടോ. ഇങ്ങനെ ആയിരിക്കുമല്ലോ ശയനപ്രദർശനം ചെയ്യാൻ വരുന്ന ആളുകളുടെ മുണ്ട് ഉടുക്കുന്ന രീതി. ഇങ്ങനെ ആയിരിക്കുമല്ലോ ഉടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം, ഈ ഫ്രണ്ടിലെ ഈ ഒരു പോർഷൻ കാലിൻ്റെ, നമ്മൾ വലത്തോട്ടാണ് മുണ്ടുടുക്കുന്നത്. അപ്പോൾ ഇടത് കാലിൻ്റെ ഉള്ളിലേക്ക് അടിയിലേക്ക് എടുക്കണം. ഈ ഒരു ഭാഗം ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ഈ ഭാഗം ഇങ്ങോട്ടും അതുപോലെ തന്നെ ഈ ഇടത് കാലിൻ്റെ വശത്തു കൂടെ ഇങ്ങോട്ട് സൈഡിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ കെട്ടുക. ഇങ്ങനെ ഒരു കെട്ടിടുക. കഴിഞ്ഞ് പോവാതിരിക്കാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കെട്ടാം കേട്ടോ. പക്ഷേ വളരെ ശ്രദ്ധിക്കണം, കാരണം നനഞ്ഞുണ്ടാവുമ്പോൾ ഒരുപാട് മുറുക്കി കെട്ടിയാൽ നമുക്കത് അഴിച്ചെടുക്കാൻ നല്ല പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു കെട്ട് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു മുണ്ടിൻ്റെ പോർഷൻ ഒരിക്കലും കയറിപ്പോവില്ല കേട്ടോ. ഇതേപോലെ തന്നെ നമുക്കൊക്കെ ശയനപ്രദർശനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി വരുമ്പോൾ എല്ലാവരും ശയനപ്രദർശനം ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ നോക്കിക്കോളും. മുണ്ടുടുക്കുമ്പോൾ വലത്തോട്ടാണ് നമ്മൾ മുണ്ടുടുക്കുന്നത്. ഇടത് കാലിൻ്റെ സൈഡിലേക്ക് വലത്തെ പോർഷൻ കൊണ്ടുവന്ന് താഴെ ഇങ്ങനെ ഒരു കെട്ടിടുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ശയനപ്രദർശനം ആരുടെയും സഹായമില്ലാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ശയനപ്രദർശനം ചെയ്യാന്ന് പറയുന്നത്, ഞാൻ പല ആളുകളും ശയനപ്രദർശനം ചെയ്യുമ്പോൾ കൂടെ അവരുടെ പ്രിയപ്പെട്ട ആളുകൾ വന്നിട്ട് എന്താ പറയുക ഉരുട്ടി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വസ്ത്രം മാറിക്കിടക്കുന്ന വസ്ത്രങ്ങൾ ശരിയാക്കി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് 500-ലധികം ശയനപ്രദർശനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളോട് എന്തായാലും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറയണത്, നിങ്ങൾ ശയനപ്രദർശനം ചെയ്യുന്ന ഭക്തർ കുളിച്ചിട്ട് ശുദ്ധമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ വീണ്ടും തൊടേണ്ട ആവശ്യമില്ല. തൊടാതെ തന്നെ നമുക്ക് ശയനപ്രദർശനം ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം, ശയനപ്രദർശനം ഉരുളുന്ന ഒരു ഭക്തൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരാ ഉരുളുന്ന പ്രദക്ഷിണ വരിയിൽ നിന്ന് താഴേക്ക് വന്നു പോവാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ആ പ്രദക്ഷിണ വരിയുടെ വക്ക് നമ്മളെപ്പോഴും ഇങ്ങനെ കൈകൊണ്ട് ഓരോ തവണ എന്താ പറയുക നമസ്കാരമായിട്ട് കമിഴ്ന്ന് പോകുന്ന സമയത്തൊക്കെ ആ ഒരു പ്രദക്ഷിണ വരിയുടെ വക്ക് പിടിച്ച് ഉരുളുകയാണെങ്കിൽ ഒരിക്കലും ആ പ്രദക്ഷിണ വരിയുടെ ട്രാക്ക് മാറിപ്പോവാതെ തന്നെ പ്രദക്ഷിണം ചെയ്യാൻ സാധിക്കും. അത് കൂടാതെ അടുത്ത അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മുണ്ട് അവരുടുത്തിരിക്കുന്ന വസ്ത്രം മാറിപ്പോവുക എന്നുള്ളതാണ്. ആ വസ്ത്രം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനാണ് ഞാനിവിടെ ഇപ്പോൾ കൃഷ്ണദേവിനെ കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ഡെമോ കാണിച്ചു തന്നത്, മുണ്ടുടുക്കുന്ന രീതി കാണിച്ചു തന്നത്. ഇങ്ങനെയാണ് മുണ്ടുടുക്കുന്നതെങ്കിൽ ആ മുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയും ചെയ്യില്ല. അപ്പോൾ ആരും തൊടാതെ തന്നെ ഒരു ശയനപ്രദർശനം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ ശയനപ്രദർശനം ചെയ്യുന്ന ഭക്തരെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അവർക്ക് മുമ്പിൽ ഏതെങ്കിലും അടിപ്രദക്ഷിണം വയ്ക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരെ ഒരിക്കലും ശല്യപ്പെടുത്താത്ത രീതിയിൽ ശയനപ്രദർശനം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. കാരണം അവരുടെ ഈ അടിപ്രദക്ഷിണത്തിനും ഇതേ ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ശയനപ്രദക്ഷിണം ചെയ്യുമ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ ആ മുന്നിലുള്ള ആൾക്കാരെ മാറ്റാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ശയനപ്രദക്ഷിണം ഉരുണ്ട് വരുന്ന സമയത്ത് മുമ്പിൽ ആളെ കാണുകയാണെങ്കിൽ നിലത്ത് കൈകൊട്ടി ശബ്ദം ഉണ്ടാക്കിയാൽ മുമ്പിലുള്ള ആൾക്കാർക്ക് മാറി നിൽക്കാനുള്ള ഒരു സാവകാശവും കൂടി കൊടുക്കണം കേട്ടോ. തൊട്ട് പുറകിൽ പോയിട്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതൊരു പരിഭ്രമമാവും. അപ്പോൾ അവരുടെ ആ അടിപ്രദക്ഷിണത്തിൻ്റെ അടി മുറിച്ച് മാറി നിൽക്കും. അത് നിങ്ങൾ കാരണം മറ്റൊരാളുടെ ഒരു വഴിപാട് മുടങ്ങി പോകുന്നതിന് തുല്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 സ്റ്റെപ്പ് പുറകിൽ നിന്നുകൊണ്ട് തന്നെ ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് മാറാനുള്ള ഒരു സൗകര്യവും കൂടിയാവും. മാത്രമല്ല, നട തുറന്നിരിക്കുന്ന സമയത്ത് ശയനപ്രദർശനം ചെയ്യാൻ ശ്രമിക്കൂ. നട തുറന്നിരിക്കുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചുറ്റമ്പലം തുറന്നിരിക്കുന്ന സമയമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. നിവേദ്യ സമയങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നട തുറന്നിരിക്കുന്ന സമയത്ത് ശയനപ്രദർശനം ചെയ്യാൻ ശ്രമിക്കൂ. അതുമാത്രമല്ല, നല്ല തിരക്കുള്ള ദിവസം, പബ്ലിക് ഹോളിഡേയ്സോ സൺഡേയ്സൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ച് തിരക്ക് കുറഞ്ഞ സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സൗകര്യമാവും. അപ്പോൾ ഈ ശയനപ്രദർശനത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം. അടുത്തതായിട്ട് നമ്മളുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള പ്രിൻസി അജിത്ത് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മണിക്കിണറിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. മണിക്കിണർ എന്ന് പറയുന്നത് നാലമ്പലത്തിനകത്താണ് സാധാരണയായിട്ട് മണിക്കിണർ ഉണ്ടാവാറ്. മണിക്കിണർ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ, അതായത് പൂജാതി കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന വെള്ളം അതിൽ നിന്നെടുക്കുന്നതാണ്.
അതുമാത്രമല്ല തീർത്ഥമായിട്ട് നമുക്ക് ലഭിക്കുന്നതും ഈ അകത്തെ കിണറിൽ നിന്നുള്ള വെള്ളമാണ്. അത് അത്രയും പരിശുദ്ധമാണ്. പിന്നെ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ കെട്ടി തിരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നീങ്ങി ആരും ആ ഭാഗത്തേക്ക് പോവാത്ത തരത്തിൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശുദ്ധമായിട്ട് ഉപയോഗിക്കേണ്ടതായതുകൊണ്ടാണ്. അത് എപ്പോഴും മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും അങ്ങനെയായിരിക്കും. കിണർ ഒരു ഇത്തിരി മാറിയിട്ടായിരിക്കും സാധാരണ ഭക്തജനങ്ങൾ പോയിട്ട് കിണറിൽ എന്താ പറയുക, കിണറിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോവാറില്ല. അതിന് കാരണം അത് ശുദ്ധമായ ജലമല്ലേ, അതിന് വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ മാറി, അതായത് ശുദ്ധമായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ വെച്ചിരിക്കുന്നത്. ആ കിണറിലെ വെള്ളം തന്നെയാണ് എല്ലാ പൂജാതി കർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്നത് കേട്ടോ. ഇന്ന് ധനുമാസം 1-ാം തീയതിയാണ്, മുപ്പട്ട് ഞായറാഴ്ചയാണ്. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ധനുമാസം 1-ാം തീയതി തൊട്ട്, ഇതിനു മുമ്പ് ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടത്തരികത്തുകാവിലെ അമ്മയ്ക്ക് ഇന്ന് തൊട്ട് കളമെഴുതിപ്പാട്ട് തുടങ്ങുകയാണ് കേട്ടോ. ധനുമാസം 1-ാം തീയതിയാണ് കളയെഴുതിപ്പാട്ട് തുടങ്ങുന്നത്. ഇതുപോലൊരു ധനുമാസത്തിലെ കളയെഴുതിപ്പാട്ട് കണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ സൗന്ദര്യലഹരിയിലെ ഒരു ശ്ലോകം കേട്ടിട്ടാണ് ഭഗവാൻ നാരായണീയത്തിനായിട്ട് ആഗ്രഹിച്ചതും നാരായണ ഭട്ടതിരിയെ വരുത്തിയതും എന്നുള്ള കഥ നമ്മൾ ഇതിനു മുമ്പ് അനുസ്മരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കളയെഴുതിപ്പാട്ട് ഇന്ന് മുതലാണ് ഭഗവതി അമ്മയ്ക്ക് തുടങ്ങുന്നത്. ഭഗവതി അമ്മയ്ക്ക് പുറത്തേക്ക് എഴുന്നള്ളിപ്പും ഇന്ന് മുതലുണ്ട്. പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ, ചുറ്റമ്പലത്തിൽ തന്നെ എഴുന്നള്ളിപ്പും ഇന്ന് മുതലുണ്ട്. എഴുന്നള്ളിപ്പ് നമ്മുടെ ഭഗവാന്റെ തൃപ്പുക കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവതി അമ്മയുടെ എഴുന്നള്ളിപ്പ്, പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പുള്ളൂ കേട്ടോ. തൃപ്പുക കഴിഞ്ഞ് നടയടച്ചതിന് ശേഷമാണ് എഴുന്നള്ളിപ്പുള്ളൂ കേട്ടോ.